So hello guys, welcome back to സൺഡേയിൽ വരേണ്ട വീഡിയോ. ഏതാണ്ട് മൺഡേയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഏതോ ഒരു ദിവസം കാണുന്നത്. ഏതാണ്ട് 8 മണിക്കൂറത്തെ എഡിറ്റ് ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ എപ്പോൾ അപ്ലോഡ് ആവുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് റാപ്പേഴ്സ്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നും ചെറുതല്ല. ചിലവന്മാരെ കൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നവും ചെറുതല്ല. ഇന്നത്തെ വീഡിയോയിൽ പലതരം റാപ്പേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. സൈഡ് ചളിഞ്ഞത്, വക്ക് പൊട്ടിയത്. ആദ്യം മത്സരിക്കാൻ പോകുന്ന നമ്മളുടെ സ്ഥാനാർത്ഥി വിശ്വ. മത്സരിക്കാൻ പോകുന്ന ചിഹ്നം ജോയിന്റ് അടിക്കണം. ഞാനൊന്ന് റീച്ചായി, അവളെന്റെ ഫാനായി, പിന്നങ്ങ് ചാറ്റായി, ട്രൂത്ത് ഓർ ഡെയറായി, ഒടുക്കത്തെ കോളായി, കോപ്പില ചങ്കായി, യൂമ്പാൻ ടൈമായി, യൂമ്പിക്കാൻ ടൈമായി. വാട്ട് ഈസ് ദ റിയൽ മീനിങ് ഓഫ് ദാറ്റ് വേർഡ് ബ്രോ? അതിന് സമയമായോ? ഒരു ഭാവമായി നീ മൊത്തം ഷോയായി, ബിസി ചാറ്റ് എന്റെ കൂടെ ക്രഷ് അടിച്ചളിയ. ഇതാരാടാ പാടുന്നത്? ചിട്ടി റോബോട്ടോ? നോട്ടൊരു പീസ് വന്നളിയ, ഊമ്പാണിന്ന് നേരമായളിയ. വേണ്ട പിന്നെ ചുവന്ന മഷിയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയും കാര്യം എനിക്ക് വേണം. ഇത് കണ്ട് ചിരിക്കുന്ന എല്ലാത്തിനോടും ഞാൻ പറയുക, ചിരി വരുന്നത് എല്ലാം കോമഡി അല്ല. സത്യം പറയാലോ, ഈ ചിരിച്ച എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്തോ അപരാധമാണ് ശരി, എന്റെ നാക്കുളുക്കും. ചുവന്ന മഷിയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയും കാര്യം പറഞ്ഞു മനസ്സിലായല്ലോ. നിങ്ങൾ ചിരിച്ചോ, പക്ഷെ ചിരി വരുന്നത് എല്ലാം കോമഡി അല്ല. ഈ സൗണ്ട് ഞാൻ ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. തലമട്ട പൊളക്കും, വെട്ടണം, വെട്ടി ചോരമത്തിറക്കും, തെറിച്ചത് കുളിക്കും, രക്തത്തിച്ചിരിക്കും, സ്ഥിരമിത് പതിവാ, പതിമതി ഭരണ, മരണക്കളിയാ, പുതുപുതുക്കള. ഇത് കൊള്ളാം ബ്രോ, ദിസ് ഈസ് ഗുഡ്. അത് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ദാറ്റ് വാസ് ഗുഡ്. 1-2 പ്രാവശ്യം ഇച്ചിരി കയ്യിൽ പോയെന്നും പറഞ്ഞ് എല്ലാം മോശമാകത്തില്ലല്ലോ. വെറുതെ അങ്ങനെ എഗ്ഗൊന്നും ആക്കുന്നില്ല. അത്യാവശ്യം നല്ലതൊക്കെ തന്നെ. ചിലപ്പോഴൊക്കെ ചിരി വരും എന്നും പറഞ്ഞോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിരി വരുന്നതെല്ലാം കോമഡി ആവണമെന്നില്ല. സത്യം പറയാലോ, എത്രയൊക്കെ ആൾക്കാർ ട്രോളി എന്ന് പറഞ്ഞാല് ഇവന്റെ എത്രയൊക്കെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാല് കോപ്പ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇതാരാന്ന് എനിക്കറിയാം. ഇതാരാന്നറിയോ? ഇത് MG ശ്രീകുമാർ അല്ല, ഇത് MC ശ്രീകുമാർ. MC ശ്രീകുമാർ. അനിത, സുനിത, അനിത. ഇതാണ് മൾട്ടി ടാലന്റഡ്, എക്സ്ട്രാ കഴിവേറി. പാട്ടും പാട്ടും ഡാൻസും കളിക്കും. ആ കാവ്യാത്മകതകൾ നിറഞ്ഞ ലിറിക്സ് ഒന്നുകൂടെ ഒന്ന് കേൾപ്പിച്ച്. എനിക്ക് നിന്നെ വേണം, കിട്ടിയാലേ പറ്റത്തുള്ളൂ. നിന്നെ ഇവിടെ ആർക്കും വേണ്ട. അത് കഴിഞ്ഞ് എനിക്ക് നിന്നെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. മനസ്സിലുള്ള ഞരമ്പം വർത്താനം എല്ലാം കൂടെ ഒരു ഈണത്തിൽ പറഞ്ഞ പാട്ടാകും അല്ലയോ? കൊള്ളാം. സത്യം പറഞ്ഞ ഇത് നിന്റെയൊക്കെ ഗോഡ് ഫാദർ, സാക്ഷാൽ വെരിക്കോസ് വെയിൻ ആറാട്ടെണ്ണം പറഞ്ഞു തന്നല്ലേടാ. വാണവേരനും വളിവേരനുമാണ് പുള്ളി. അല്ലാതെ ഇങ്ങനത്തെ ഞരമ്പം വർത്താനം വേറെ ആരും പറഞ്ഞു കൊടുക്കത്തില്ല. ഇതിന് വല്ല ബാറ്ററി വല്ലതും ഉണ്ടോ? കട്ടിട്ടോ? കട്ടിട്ടെന്ന് ക്യാമറയുടെ പുറകെ ഇരിക്കുന്ന ആരാ? രാജമൗലി അല്ലയോ? സർക്കസി പാവാട ഇട്ടോണ്ട് കുട്ടിക്കൊരങ്ങണെന്ന് തുള്ളുന്ന പോലെ തുള്ളിയിട്ട് കട്ടിട്ടെന്ന്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. അപ്പൊ കടലമ്മ ഇനി ആ പണിക്ക് നിൽക്കത്തില്ല. ഇത് ലാസ്റ്റാ. ഇതോടെ നിർത്തുക, ഇനിയില്ല. ലൈൻ കട്ട്. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്. അപ്പൊ ഞാൻ കണ്ടതാ കടലമ്മ അല്ല. സത്യം അങ്ങ് ഫേസ്ബുക്കിൽ നിന്ന് വഴിതെറ്റി വന്നയാന്ന് തോന്നുന്നു. ഇത് ഡിസ്കോഡായി പോയിരിക്കണു. ഇൻസ്റ്റാഗ്രാമത്തിലായിരുന്നേൽ ഒരു കമന്റ് രൂപേണ സമർപ്പിച്ച് ഫേസ്ബുക്കിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കായിരുന്നു. നാം ആകെ അസ്വസ്ഥനാണ്. അപ്പം വരെ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ്. എനിക്കുണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം. ആരും ഫോളോ ചെയ്തിട്ടില്ല. എല്ലാരും പോയി ഫോളോ ചെയ്യും പ്ലീസ്. ടിക്ടോക്ക് എന്റെ ഉറങ്ങിക്കിടന്ന എന്തോ ഒന്ന് ഉണർന്നു. ആ കാലം എത്ര മനോഹരമായിരുന്നു. അന്നും കൊണയും കൊണപ്പന്മാർക്കും കുറവൊന്നുമില്ലായിരുന്നു, കണ്ടില്ലേ? പക്ഷെ അവരുടെ കൊണയിൽ എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ചക്കയും പൊട്ടും അടിച്ചു വിരിഞ്ഞെന്നാ കേട്ടെ. ഇതെന്തുവാ? എന്തോ സംഭവം?
എന്തത്? ഓ കൊള്ളാം ഐറ്റം കൊള്ളാം. സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. അല്ല ഇത് കൊള്ളാല്ലേ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നുള്ള സൗണ്ടും കൊണ്ടൊരു പാട്ട് എമ്പക്കം വിട്ട് പാട്ടുണ്ടാക്കാൻ പറ്റും. ശരീരത്തിൽ നിന്ന് വരുന്ന സൗണ്ട് മാത്രം വെച്ചൊരു പാട്ട് ശരിയാവത്തില്ല. പന്നന്മാരാ ഈ ലോകത്ത് മൊത്തം പന്നന്മാരാ. റാപ്പേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സം പ്രോബ്ലംസ് ആർ ഹാപ്പനിങ് നൗ റൈറ്റ്. ഒന്നാമത്തേത് വേടൻ. ഫോർ എക്സാമ്പിൾ വേടനിൽ നമ്മളിപ്പോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസ് ചാനൽസ് അല്ലാതെ വേടന്റെ ഒന്നും വരുന്നില്ല. വേടൻ ഒളിവിൽ എന്ന് പോലീസ്. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പ് ഗായകൻ വേടനായുള്ള തിരച്ചിൽ ആരംഭിച്ച പോലീസ് ഇന്നലെ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. അറിയാൻ വേണ്ടിട്ട് ചോദിക്കും ഇതിപ്പോൾ ട്രെൻഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കുന്നത്. ആർക്കെതിരെ വേണേലും ഒരു ടെൻഷനും ഇല്ലാതെ പരാതി ഞാൻ കൊടുക്കാം. കാരണം ഐഡന്റിറ്റി വെളി വരുന്നില്ല. ഇനിയും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചൊരു പണിയും കിട്ടാനും പോകുന്നില്ല. ജസ്റ്റ് ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ മതി. മറ്റവന്റെ മനസ്സമാധാനം കളയാനുള്ള എല്ലാം ചെയ്യാൻ പറ്റും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പരാതി കൊടുക്കണം, കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ന്യൂസ് ചാനൽസ് ജസ്റ്റ് ഒരു പരാതി കിട്ടുമ്പോഴത്തേക്കും എങ്ങനെ ഒരാളെ കുറ്റക്കാരനാക്കുന്നത്? വേടന്റെ മാത്രം കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, എല്ലാം കൂടെ പറയാം. ജസ്റ്റ് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ന്യൂസ് ചാനൽസ് വരുന്നത് പ്രതിയായിട്ടാണ്. അതേസമയം വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. എറണാകുളം കോതമംഗലത്തെ യുവാവ് മരിച്ചത് പെൺസുഹൃത്ത് വിഷം നൽകി കൊന്നതെന്ന് സൂചന. പെൺസുഹൃത്ത് ഒരു വശത്ത് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇട്ടേക്കുന്ന അണ്ടർവെയറിന്റെ കളർ വരെ ന്യൂസിനകത്ത് വരും. മറ്റേ വശത്ത് എന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ പേരും ഇല്ല നാളും ഇല്ല. ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുത്ത പരാതി തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ പണിയും കിട്ടുന്നില്ല. അത് മനസ്സിലായി, ഭ്രാന്തനല്ല എന്ന് മനസ്സിലായി. കാണുന്ന ഞങ്ങളാണ് ഭ്രാന്തന്മാര്. നെറ്റ് റീചാർജ് ചെയ്ത് വൈഫൈയുടെ സബ്സ്ക്രിപ്ഷൻ അടച്ച് കാണുന്ന നമ്മളാണ് ഭ്രാന്തന്മാര്. ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ഞങ്ങളല്ലയോ ഭ്രാന്തന്മാര്. പൊട്ടൻ ഞാനാ? സംശയം എന്തോ? ഞാനാ പൊട്ടൻ? ആരാ ബാച്ച? ഞങ്ങൾക്ക് ഉണ്ട് ഇവിടെ ബാറ്റ, നിങ്ങൾക്ക് അവിടെ ബാച്ച. ഓ റാപ്പ് സോങ് അല്ലേ? ആഹാ ഇങ്ങനെയാണ് ഞാനും ഒരു റാപ്പ് സോങ് ഉണ്ടാക്കി കാണിക്കാമല്ലോ. എന്റെ ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യൂ, ഞാൻ കാലിൽ പിടിക്ക സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഓരോ റാപ്പേഴ്സ് വെച്ച് ജനിക്കും. തൃശ്ശൂരിൽ ജനിച്ചത്? തൃശ്ശൂരിൽ ജനിച്ചത് എന്താ? പണിഞ്ഞു നടക്കാൻ. ഈ AI വെച്ച് മറ്റേതാക്കിയോണ്ട് ശരിക്കും മനസ്സിലാവുന്നില്ല എന്റെ ബാച്ച. ഇതെന്തുവാ? സ്മൂത്ത് ക്രിമിനൽ മലയാളം വേർഷൻ. നിനക്ക് കുഴപ്പമുണ്ടോ ആനി? അരി വല്ല കുഴപ്പമുണ്ടോ? നീ ഇരിക്കപ്പെട്ടു ഒരു മൃദുലമായ കുറ്റവാളിയാൽ. മൃദുലമായ കുറ്റവാളി, സ്മൂത്ത് ക്രിമിനൽ. നമുക്കും പറ്റുമല്ലോ. നമുക്ക് ഒരു മിനിറ്റ്. എനിക്ക് നിന്റെ കഴുത്ത് മണപ്പിക്കണം, എനിക്ക് നിന്റെ ചെവിയിൽ പിറുപിറുക്കണം. പോയി അയ്യോ ഇതൊന്നും മലയാളത്തിലാക്കല്ലേ. നമ്മുടെ വെജിറ്റേറിയൻ ചാനല് നോൺ വെജ് ആയി പോകും. ഞാൻ അടിമപ്പെട്ടത് ഇതിന്. വില കൊടുത്തൊരു വണ്ടി ഇറക്കി, റോട്ടിലിട്ട് ഇടം വല്ല ഷോ ഇറക്കി. ഞാനാണ് റാപ്പോസിനെ തട്ടിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരു കാലം വരും. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ്. അതിന്റെ അർത്ഥം എന്തൊക്കെയൊക്കെയാണ്. പക്ഷെ നമ്മൾ ഈ പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിവരം ഇല്ലാത്തവരാക്കി കളയും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. മികച്ച പാട്ട് ഒരു രക്ഷയില്ല. പൊളി. ഒരു തേപ്പറാപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്തു. ഇതെന്തായിരിക്കും ഇനി? നല്ലതായിരിക്കുമോ? എനിക്ക് സഹായതാന്ന് പറഞ്ഞൊരു തുടക്കം, 2 ദിവസത്തിനുള്ളിൽ അതിനൊരു മുടക്കം. നിനക്കെന്താ ഇത്ര തുടുക്കം മറ്റുള്ള ലൈഫിൽ? എനിക്ക് ഒരുപാട് അത് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് എങ്ങാനും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദാറ്റ് വാസ് ഗുഡ്. ഉറപ്പായിട്ട് നേരത്തെ കണ്ടിട്ടില്ലാത്തവരെല്ലാം ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ.